അശു അശു പെണ്ണൂർക്കല്ലേ വാ കണി കാണാം. എഴുന്നേക്കൂ അശു. വല്ല എഴുന്നേക്കെ. ചെറിയൊരു ഓട്ടം കണ്ടിട്ട് സ്റ്റെപ്പൊന്നും മിസ്സാവുന്നില്ലല്ലോ എന്നുള്ളതൊന്നും ഉറപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ഇന്നലെ നമ്മൾ ഒരുക്കിയ കണി രാവിലെ നല്ല വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കണി കണ്ടു കഴിഞ്ഞു. ഇനി മെയിൻ സംഗതി നമ്മുടെ കൈനീട്ടം. അമ്മമ്മയും അച്ഛനും അമ്മയും നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തരികയാണ് കേട്ടോ. ടെക്നിക്കലി എനിക്ക് വിഷ്ണുവും കൂടെ കൈനീട്ടം തരേണ്ടതാണ്, പക്ഷെ എന്തോ വർഷങ്ങളായി തരാറില്ല. അമ്മമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അമ്മേനെ സഹായിക്കാനും വേണ്ടി ഒരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ് കേട്ടോ ഈ ചേച്ചി. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, കാരണം ഇതുവരെ കാണിക്കാത്തതുകൊണ്ട് ആരാന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. നമ്മളൊരു 5:45 എണീറ്റുകൊണ്ട് പുറത്ത് നമ്മൾ പടക്കം പൊട്ടിക്കാനൊക്കെ വന്നപ്പോൾ അത്യാവശ്യം വെളിച്ചമുണ്ട് കേട്ടോ. അച്ഛൻ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടൊന്നുമില്ല, കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളിൽ. എത്ര ദൂരം നിട്ടേ പടക്കം കിടക്കാനുള്ളൂ, ഭയങ്കര സേഫ്റ്റി ആണല്ലോ കിലോമീറ്റർ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു. സെയിം ടു യു. ജാസ്തി പടക്കം വാങ്ങാത്ത പടക്കം പൊട്ടിക്കാൻ ഇൻട്രസ്റ്റ് വിഷ്ണുവിന് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞുതരും അമ്മ. വിധുവിന് താല്പര്യം കുറച്ച്. അച്ഛാ ഹാപ്പി വിഷു. താങ്ക് യു. സെയിം ടു യു. വിഷ്ണു ഹാപ്പി വിഷു. ഒരു 4-5 പൂത്തിരിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് ഞാനും അമ്മയും കൂടെ ചെറുതായി പൂത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പടക്കം പൊട്ടിക്കൽ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. എല്ലാവരും രാവിലെ എണീറ്റ് അടിപൊളിയായിട്ട് വിഷുക്കണിയൊക്കെ കണ്ട് ഒരു ചെറിയ ഉറക്കം ഉറങ്ങിയത് എനിക്കറിയില്ല. നമ്മൾ ഉറങ്ങിയില്ലെന്ന്, കാരണം എണീക്കാൻ തന്നെ കുറച്ച് ലേറ്റായി. നമ്മളൊരു 5:45 എണീറ്റിട്ടാണ് നമ്മൾ കണി കണ്ടത്. എല്ലാവരുടെ അടുത്തും ഒരു ഹാപ്പി വിഷു പറയും. ഹാപ്പി വിഷു. വിഷ്ണുവിന്റെ ഇന്റർവ്യൂ ഒക്കെ വന്നു അല്ലേ? വിഷ്ണുവിനോട് ഞാൻ എന്താ പറയാ, അവിടുന്ന് വരുമ്പോ തൊട്ട് ചോദിച്ചായിരുന്നു എന്റെ ഒപ്പം ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ വിഷ്ണു എന്റെ ഒപ്പം ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നാണല്ലോ. അപ്പോ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്റർവ്യൂ അല്ല, വിഷു ആണ്, നാട്ടിലെ വിഷു ആണ്. ഞാനിപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിലാണ്. ഇന്നലെ നമ്മുടെ വ്ളോഗിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് എടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ വളാഞ്ചേരി പോകേണ്ടതായിരുന്നു, പക്ഷെ പോയില്ല. ഇന്ന് രാവിലെ ഇവിടെ വിഷുക്കണിയൊക്കെ കണ്ട് ഇപ്പൊ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. ഒരു 8:00 ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഒരു 9:30-10 മണിയാകുമ്പോൾ വളാഞ്ചേരി എത്തുമായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഇന്ന് ഒരുമിച്ച് നമ്മൾ അവിടുന്ന് വിഷു കൂടാന്നാണ് വിചാരിച്ചിട്ടുള്ള. വിഷ്ണുവിന് ഇന്ന് വർക്കിംഗ് ആണ്. വിഷ്ണു ഇന്ന് അമ്മടി അച്ഛൻ്റെ ഒപ്പം ഇവിടുന്ന് സദ്യ കഴിക്കും. ഞാൻ അമ്മമ്മടി വെല്ലച്ചൻ്റെ ഒപ്പം ഇരുന്ന് അവിടുന്ന് സദ്യ കഴിക്കും. അതാണ് നമ്മുടെ ഇത്തവണത്തെ വിഷു പ്ലാൻ. അപ്പോൾ സമയം 7:30 ആയ സ്ഥിതിക്ക് ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആകട്ടെ. 8:30 ആകുമ്പോഴേക്കും ഒരു ഡ്രൈവർ ചേട്ടൻ വരും, എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യും. അതൊക്കെയാണ് ഇന്നത്തെ കാരണ പരിപാടികൾ. അപ്പോൾ ഒന്നും കൂടെ ഹാപ്പി വിഷു വെച്ച് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങാം അല്ലേ? ഹാപ്പി വിഷു. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്.
ഇനി അധികം വർത്താനം പറഞ്ഞിരുന്ന് ലേറ്റ് ആക്കണ്ട, നമുക്ക് പാക്കിങ് തുടങ്ങാം കേട്ടോ. 8:30-ക്കാണ് ഡ്രൈവർ ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുള്ളത്. പുള്ളി വരുമ്പോഴേക്കാണ് നമുക്ക് പെട്ടിയെല്ലാം റെഡിയാക്കി വെക്കാം. കാരണം ഞാൻ ഇന്നിനി വളാഞ്ചേരി എത്താൻ കുറച്ച് ലേറ്റ് ആവുന്നത് നല്ലതല്ലല്ലോ. ഇന്നലെ രാത്രി എത്തേണ്ടതായിരുന്നു, പക്ഷെ അത് ഇന്ന് രാവിലെ ആയിപ്പോയി. എനിക്ക് ഞാൻ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് ഞാൻ പാക്കൊക്കെ ചെയ്ത് ഇറങ്ങുക എന്ന് പറയുമ്പോണ്ടല്ലോ, എനിക്ക് ആകെ മൊത്തം ഒരു എന്താ പറയുക, ഒരു മിക്സ് ഓഫ് ഫീലിംഗ് ആണ്. ആംസ്റ്റർഡാമിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നു, വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ കോഴിക്കോട് നിന്ന് തിരിച്ച് വളാഞ്ചേരി പോകുമ്പോഴും പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആകമൊത്തൊരു വെപ്രാളം. വെക്കേഷൻ നാട്ടിലോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുമിച്ചുള്ള കുറച്ച് ദിവസവും നമ്മൾ 2 പേരൻസിൻ്റെ ഒപ്പം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ദിവസവും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ പേരൻസിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ ഫീലല്ലേ, അപ്പോൾ എല്ലാ ഫീലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അങ്ങനെ തൽക്കാലം ഈ റൂമിനോട് ഗുഡ് ബൈ. ഇനി നമുക്ക് അടുത്ത വരവിനെ കാണാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വെക്കേഷനിൽ നമ്മൾ പ്ലാൻ പ്രകാരം തിരിച്ചിനി കോഴിക്കോടിലോട്ടില്ല. ഇനി ഒരു 8 to 10 ദിവസമേ ഉള്ളൂ നമുക്ക് തിരിച്ചു പോകാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷനും എല്ലാം ഉണ്ട്. അമ്മ അതേ പോകാനാകുമ്പോഴേക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചട്നിയായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ സദ്യ കുക്കിംഗ് ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇനി 1-2 കാര്യങ്ങളും കൂടി ഉണ്ടാക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കുറേയൊക്കെ വെജിറ്റബിൾസ് അമ്മ ഇന്നലെ രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ അരച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പ്രിപ്പറേഷൻസിനൊക്കെ അമ്മമാരെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുള്ളൂ. ഞാനൊക്കെ ഒരു സദ്യ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്കത് 1/2-3 ദിവസത്തെ പരിപാടിയാണ്. ഷൂ വേണ്ടായിരുന്നു. ആ ഷൂ വേണം. അപ്പം അമ്മ പോയിട്ട് വരാം. എത്തിയിട്ട് വിളിക്കട്ടെ. ഒന്നും മറന്നില്ലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സ് കംപ്ലീറ്റ്ലി ഇവിടെ മറന്നു വെച്ചാൽ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാ തവണയും ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് മറക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് എങ്ങനെയെങ്കിലും അത് ഞാൻ പിന്നെ വളാഞ്ചേരിക്ക് എത്തിക്കും. ഇത് കുറച്ച് ദൂരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ തന്നെ തിരിച്ചു പോയി പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഇവിടെ വളാഞ്ചേരി എത്തി. ഇപ്പോൾ റോഡൊക്കെ കുറച്ച് കൂടെ നന്നാക്കിയത് കാരണം കുറേ സ്ഥലത്ത് ഹൈവേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1-1.25 മണിക്കൂറിന് കോഴിക്കോട് നമ്മൾ വളാഞ്ചേരി എത്തുന്നുണ്ട്. കോട്ടക്കൽ വരെ പെട്ടെന്ന് എത്തും. അതിന് ശേഷമാണ് കുറച്ചും കൂടെ ഒരു സമയമെടുത്ത് നമ്മളിങ്ങനെ കുറച്ച് സർവീസ് റോഡിൽ കൂടെയൊക്കെ വരേണ്ട ഒരു ആവശ്യം. ഈ കാണുന്നതാണ് എൻ്റെ തറവാട്. അടുത്ത ഗേറ്റാണ് നമ്മുടെ വീട് ഐശ്വര്യം. അങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തിയിരിക്കുകയാണ്. ഹാപ്പി വിഷു. അമ്മയ്ക്ക് വിഷു ആയിട്ടുള്ളല്ലോ ഇതുവരെ. ദീപമൊക്കെ വന്നോ? വന്നിട്ടില്ല. 11:30 ആകുമ്പോഴേക്കും എല്ലാവരും വരും. അപ്പോൾ വിഷു അവര് പഠിപ്പിച്ചെന്നാണ് ഞാൻ ഡയലോഗ്. അവിടെ ദീമേമയൊന്നും വന്നിട്ടില്ല. അപ്പോൾ മേമ മലപ്പുറമാണ്, ഹരീഷ് മാമയുടെ വീട്ടിലാണ്. അപ്പം ഞാനൊന്ന് റെഡി ആയിട്ട് നിൽക്കുമ്പോഴൊക്കെ എല്ലാവരും വരുമായിരിക്കും. ഇത്തവണ ഞാൻ ഒരു ലോഡ് കവറിലാണ് സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ മറ്റേ പെട്ടി വിഷ്ണുവിന് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കവറുകളിൽ കുറേ സാധനം ആക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അച്ഛനോ? അച്ഛൻ അച്ഛമ്മടുത്ത് പോയിരിക്കുകയാണ്. ഇനി ഇവിടെ പരത്താം. നമ്മുടെ ബെയിലി ഗേളിന് ഇപ്പം അധികം ഒരു റെസ്റ്റ് മോഡാണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. എന്തായാലും ഞാൻ വന്നപ്പോൾ സ്ഥിരം പൊസിഷനിൽ തന്നെ ഇപ്പം ഇങ്ങനെ ഉള്ളിലുള്ള സ്ഥലങ്ങളിൽ പോയി കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കിടന്നിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ എനിക്ക് വന്ന ഉടനെ ഒരു പോംഗ്രനേറ്റ് ജ്യൂസൊക്കെ അടിച്ചു തന്നായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പോയി റെഡിയായി തുടങ്ങാം, അല്ലെങ്കിൽ ഞാനായിരിക്കും ഇവിടെ ലാസ്റ്റ് റെഡിയാവുന്നത്. ബാക്കിൽ ഇവിടെ കമ്മല് മാറ്റണോ, എന്തൊക്കെ ലിപ്സ്റ്റിക് മാറ്റണോ, ലിപ്സ്റ്റിക് കഴിച്ചില്ലേ എന്ന ഡിസ്കഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബർണി ആമിയോട് റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓൾമോസ്റ്റ് ഒരു ചെറിയ ഒരുക്കം കംപ്ലീറ്റ് ചെയ്തു. നോക്കിയിട്ട് ആമി താങ്കളുടെ വേഷവിധാനം ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ആമിനെ കാണാൻ എൻ്റെ ചെറിയ വേർഷൻ പോലെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാറുണ്ട്. അത് കേൾക്കുമ്പോൾ ആമിക്ക് സന്തോഷം കൊണ്ട് നിർവൃതി അടയാറുണ്ട്. നീ അപ്പുറം അത്ര ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കും. പൈസ കൈ നിറയെ പൈസയാണ്. പക്ഷെ എനിക്കെന്തായിരുന്നു തരത്ത് കിട്ടില്ല. അമ്മ നിന്ന് മൈൻഡ് ചെയ്യുമല്ലോ ചെയ്തിട്ടില്ല. കിട്ടുമായിരിക്കും. അപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇനി ചെറിയൊരു മേക്കപ്പ് ചെയ്തിട്ട്, ഇന്നത്തെ സാരി നല്ല രസം കേട്ടോ. സാരിയുടെ ബ്ലൗസ് ഞാൻ കാണിച്ചേ. ഇത് നമ്മൾ അന്ന് പറഞ്ഞില്ലേ, ഇവിടെ SM സ്ട്രീറ്റിൽ നിന്ന് നക്ഷത്ര ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം കൊണ്ട് അവർ ചെയ്തു തന്നായിരുന്നു. നല്ല രസമല്ലേ നോക്കും. താമര അവിടെ ഇരുന്നപ്പോ അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയതായിരുന്നു താമര. പക്ഷെ പറഞ്ഞത് അതേപോലെ എനിക്ക് ചെയ്തു തന്നു. പിങ്ക് കളറും കൂടെ വന്നപ്പോ ഈ ഒരു ചെറിയ 3 കളറാണ് ഞാൻ വിചാരിച്ചത്. വൈറ്റും പിങ്കും ഗ്രീനും കൂടെ. ബോഡിയിലൊക്കെ അവര് പിങ്ക് ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്, ബാക്കിലും കയ്യിലും. ഞാൻ ബോഡിയിൽ ചെറിയ താമര കൊടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ അവര് പറഞ്ഞു അതിന്റെ ഇടയിൽ കൂടെ ഗ്രീൻ വരുമ്പോ അത്ര രസം കിട്ടുന്നില്ല. ഇട്ടാ എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഇതൊരു സെറ്റ് സാരി ഒന്നും അല്ല കേട്ടോ. ഇത് കല്യാണം കണ്ട ഒരു സാരി നമ്മൾ പെട്ടെന്ന് എടുത്തതായിരുന്നു. എടുത്താൽ അറിയാം ബാക്കി എങ്ങനെ ഉണ്ടത്. എന്നാൽ ഫാൻ ഇട്ടാലോ? സംസാരിക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി ഫാൻ ഓഫ് ചെയ്തായിരുന്നു.
എനിക്ക് എത്ര പഠിച്ചാലും പഠിയാത്തൊരു കാര്യമാണ് സാരി എടുക്കുന്നത്. ഞാൻ കുറേ നോക്കി പഠിച്ചു നോക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എടുത്തു വരുമ്പോൾ ഒട്ടും വൃത്തിയാവില്ല. അതുകൊണ്ട് എല്ലാ തവണയും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സാരി എടുക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെ സഹായം ചോദിക്കും കേട്ടോ. പക്ഷെ എന്താ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തവണ അമ്മ വന്നു കഴിഞ്ഞാലും ഞാനും അമ്മയും ഈ ഒരു സാരി എടുക്കുന്നത് ഒരു ഭയങ്കര അടിയിലായിരിക്കും അവസാനിക്കുന്നത്. എനിക്ക് അമ്മ വെച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, അമ്മ എടുത്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ചൊറിഞ്ഞ് നമ്മൾ രണ്ടുപേരും അടിയാവും അവസാനം. പക്ഷെ ഇത്തവണ ഈ ഒരു സാരി ഉണ്ടല്ലോ കുറച്ചങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഒരു ടൈപ്പ് സാരി ആയത് കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ തീരുന്നുണ്ടായിരുന്നു. മുന്നേ അമ്മ സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഡെയിലി സാരി ആയിരുന്നു കേട്ടോ എടുക്കുക. പക്ഷെ ഇപ്പം എല്ലാവരും ചുരിദാർ ഇടാൻ തുടങ്ങിയതിന് ശേഷം അമ്മ അധികം ദിവസം ചുരിദാറാണ് ഇടുന്നത്. അപ്പം അമ്മ പറയുമായിരുന്നു അമ്മ സാരി എടുക്കാനും എടുപ്പിച്ചു കൊടുക്കാനും ഒക്കെ കുറേ മറന്നു എന്ന്. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും റെഡിയായി. അനു റെഡിയാണ്, അപ്പു റെഡിയാണ്. ആമിയുടെ 2 കവിളിൽ ഓരോ മിഠായി വെച്ചിട്ട് ആമി ചങ്ക് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ തന്നെ എണീപ്പിക്കാൻ നോക്കണ്ടാന്ന്. നമ്മളെല്ലാരും വിഷുവിന് ഡ്രസ്സപ്പ് ചെയ്തപ്പോഴേ ബെയിലിനെയും ഒന്ന് അണിയിച്ചൊരുക്കാം എന്നൊരു ആഗ്രഹം. പക്ഷെ ഒട്ടും കോപ്പറേറ്റീവ് അല്ല, ഒന്ന് ശല്യപ്പെടുത്താതെ പോകുന്ന. സദ്യ വേണോ ബെയിലി? സദ്യ വേണോ ബെയിലിക്ക്? ഈ പൊസിഷനിൽ ഒന്ന് റെസ്റ്റ് എടുക്കാം. അച്ഛനോട് പോയിണ്ടാവും. ഡ്രസ് കൂരി നമുക്ക് എല്ലാവർക്കും ഇന്ന് തറവാട്ടിലാണ് സദ്യ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ പോവാണ്. സദ്യ ഓർഡർ ചെയ്തിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു 2 കൊല്ലം മുന്നേക്ക് നമ്മൾ പോട്ട്ലക്ക് ചെയ്യായിരുന്നു എല്ലാ വീട്ടിൽ നിന്നും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് കഴിക്കല്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് എല്ലാവരും ഒരേപോലെ ഞാൻ എന്താണ് തിരിച്ചു ഡ്രസ്സൊക്കെ പോയി. ഞാൻ നോക്കിയപ്പോ കാലിലൊരു തണുപ്പ്. എനിക്ക് അകത്ത് കയറണോ പുറത്ത് കയറണോ എന്ന് മനസ്സിലാവില്ല. എവിടെ സ്കോപ്പ് കൂടുതൽ? അകത്താണോ പുറത്താണോ എനിക്ക് സ്കോപ്പ് കൂടുതൽ? എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ റെഡിയായ സ്ഥിതിക്ക് ഒരു വിഷു ഫിറ്റ് ചെക്ക് നോക്കിയതിന് ശേഷം നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടി പോവാം. ബെയിലിക്ക് നമ്മളെക്കാൾ ഇഷ്ടമാണ് എല്ലാവരും കൂടിയിരുന്ന് വർത്താനം പറയുക, അല്ലെങ്കിൽ എല്ലാവരും ഉള്ള സ്ഥലത്തേക്ക് വരിക എന്ന് പറയുന്നത്. നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഓടി വരുന്നത് കാണാം കേട്ടോ. കാരണം ഈ വർത്താനങ്ങളൊക്കെ കേട്ടിരിക്കാനുള്ള ഒരു ഇഷ്ടം കാരണം തോന്നണു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വിഷുവിന് വലിയൊരു പടക്കം പൊട്ടിക്കുന്ന പരിപാടി ഇപ്പോൾ കുറച്ചായിട്ടില്ല കേട്ടോ. ഒരു റീസൺ നമുക്ക് ഇപ്പോൾ അതിനോട് അത്ര ഒരു താല്പര്യം തോന്നുന്നില്ല എല്ലാവർക്കും. പക്ഷെ മെയിൻ റീസൺ അതല്ല, ബെയിലിക്ക് ഭയങ്കര പേടിയാണ് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം. അപ്പോൾ അതുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ബെയിലിനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പടക്കം പൊട്ടിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ട് നമ്മുടെ വീട്ടിൽ. നമ്മൾ റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടെ എത്തിയപ്പോക്ക് കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലല്ലെങ്കിലും ഫുഡ് ഓൺ ടൈമാണ്. ആരും ആർക്ക് വേണ്ടിയും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യാറില്ല. ആദ്യത്തെ പന്തി കഴിച്ചു തീരുന്നേ ഉള്ളൂ. എന്തായാലും ഇനി ഇലയൊക്കെ എടുത്ത് പിന്നെ പുതിയ ഇലയൊക്കെ ഇട്ട് ചോറൊക്കെ ഇടാൻ സമയമെടുക്കും. അതുവരെ നമുക്കിവിടെ ഉമ്മർത്തിരുന്ന് വർത്താനം പറയാം. നമ്മൾ സാധാരണ ഓർഡർ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇത്തവണ സദ്യ ഓർഡർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദൂരെയുള്ള വേറൊരു സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്തത്. അത്ര അങ്ങോട്ട് അടിപൊളിയായിരുന്നില്ല സദ്യ എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആദ്യത്തെ പന്തിലിരുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അമ്മമ്മയും വെല്ലച്ചനും ഒക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളെല്ലാവരും പിന്നെ അമ്മയും പ്രീതമ്മയും മാത്രമേ ബാക്കിയുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നാട്ടിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ പുറത്ത് പോയും കഴിക്കും, പിന്നെ നമ്മൾ വീട്ടിലിരുന്നും എല്ലാവരും കഴിക്കുന്ന സിറ്റുവേഷൻ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ തറവാട്ടിൽ നമ്മൾ ഈ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്നതായിരുന്നു വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് എല്ലാവർക്കും ഉള്ള പലഹാരം നമ്മളിവിടുന്ന് കഴിക്കുന്നത്. നമ്മളെല്ലാവരും സ്കൂൾ വിട്ട് തറവാട്ടിലോട്ടാണ് വരിക. ഒരുമിച്ച് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. ഓരോരുത്തർക്കും ഓരോ സ്ഥലവും സ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം അമ്മമ്മ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഞാൻ ഇപ്പുറത്ത് ആമി ഇരിക്കണോടത്ത് ആമി കഥയിലുണ്ടായിരുന്നില്ല. അപ്പൂനാ സീറ്റായിരുന്നു രോഹിത്തിരിക്കണത്, എനിക്ക് ഓർമ്മ ഉണ്ട് അല്ലേ? ആ സീറ്റ് മാറാൻ ഇപ്പൊ പറഞ്ഞില്ലേ, അപ്പൂന് ഒട്ടും ആ സീറ്റ് മാറാൻ ഇഷ്ടമായിരുന്നില്ല. എന്റെ രോഹിത്തിന്റെ മെയിൻ മോട്ടീവ് എങ്ങനെയെങ്കിലും അപ്പു ആ സീറ്റിലിരിക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ നല്ല രസമുള്ള മെമ്മറീസ് ആണ്. ഇല്ല. അങ്ങനെ എനിക്ക് കിട്ടാനുള്ള കൈനീട്ടമൊക്കെ കെട്ടി ബോധിച്ചു. ഇത് ബെയിലിയുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ് കേട്ടോ.
ബെയിലി കംഫർട്ടബിൾ ആണ്, ഹാപ്പി ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് പുള്ളിക്കാരി കിടക്കുള്ളൂ. നമ്മുടെ വീട്ടിൽ ആദ്യത്തെ പട്ടിക്കുട്ടിയാണ് കേട്ടോ ബെയിലി. ഇവിടെ പൊതുവെ എല്ലാവർക്കും ഡോഗ്സിനെ കുറച്ച് പേടിയായിരുന്നു. പക്ഷെ ബെയിലി വന്നതിന് ശേഷം എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ഞാൻ വിഷ് കൈനീട്ടം കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഈ വിഷ് കൈനീട്ടം കിട്ടുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷം എനിക്കിത് കൊടുക്കുമ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഈ ചില വാക്കൊക്കെ നമ്മൾ സംസാരിച്ച് അത് ലോപിച്ചു പോവില്ലേ, അങ്ങനെയാണ് വിഷു കൈനീട്ടം നമുക്കൊക്കെ വിഷ് കൈനീട്ടമായത്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ താഴെയുള്ള എല്ലാവർക്കും വിഷ് കൈനീട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രസമുള്ള പരിപാടിയാണ്. എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിലിരുന്ന് വർത്താനം പറയുക. ഇത് അധിക ദിവസം വൈകുന്നേരം എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളിരുന്ന് വർത്താനം പറയാറുണ്ട് കേട്ടോ. ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ടുള്ള കുറേ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കും. അത് നമുക്കധികം മനസ്സിലാവില്ല. അതിൽ ഇടപെടാൻ ശ്രമിച്ചാൽ അവർ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെയാണ് വർത്താനം പറയാറ്. അടുത്ത പരിപാടി ഫോട്ടോ സെഷനാണ്. എല്ലാവരും മാറി മാറി നിന്ന് അവർക്ക് വേണ്ട സൈഡും ഫ്രണ്ടൊന്നും ഉള്ള എല്ലാ ഫോട്ടോസും ഒക്കെ എടുക്കുക. മുന്നേ ഉണ്ടല്ലോ, ഒരു 5-6 കൊല്ലം മുന്നേ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും വിളിക്കുമ്പോൾ ആരും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല. എനിക്ക് വേണ്ടി എല്ലാവരും ഒക്കെ ഒന്ന് വന്ന് നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക ചെയ്യാറ്. പക്ഷെ ഇപ്പം എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടാട്ടോ. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറയുന്ന പോലെ ഇപ്പം അപർണയ്ക്കും രോഹിത്തിനും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റേറ്റസ് ഇടാനും പിന്നെ അതേപോലെ ബാക്കി എല്ലാവർക്കും വാട്സാപ്പിലൊക്കെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പം അതിനു വേണ്ടി എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഇപ്പം എന്നെക്കാൾ ഉഷാറാണ്. നമ്മുടെ ഫാമിലി ഫോട്ടോയിൽ അച്ഛൻ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ബെയിലിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെയിലിക്ക് ഇപ്പോൾ സദ്യ ഒന്നും കൊടുക്കണ്ട, ബെയിലിയുടെ ഫുഡ് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ ബെയിലിനെയും കൂട്ടി താഴെ പോയിരിക്കുകയാണ്. താഴേന്ന് ഞാൻ പറയുന്നതേ, നമ്മുടെ വീട് കുറച്ച് താഴെ ആയതുകൊണ്ട് താഴത്തെ വീട് എന്ന് എല്ലാവരും പറയുക. അതിനുശേഷം നമ്മളിവിടെ വെച്ചിട്ടായിരുന്നല്ലോ സദ്യയിൽ ബാക്കി വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീടുകളിലും കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം ഞാനും അപർണയും മനുവും കൂടി ചെറിയ ഫോട്ടോ സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചൂടെടുത്ത് വയ്യാതെയായി. ഇന്ന് ആകെ മൊത്തം കാർമേഘം മൂടി നിൽക്കുന്ന ഒരു ദിവസം ആവുകൊണ്ട് മഴയും പെയ്യുന്നില്ല, ഭയങ്കര ഒരു വിങ്ങുന്നൊരവസ്ഥ. ആ, ഈ ഫാനൊക്കെ ഇട്ട് നടക്കുക. സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഫാനായിട്ട് നടക്കാം കേട്ടോ, കുറച്ച് ആവശ്യമുണ്ട്. ഞാനല്ല നമ്മളെല്ലാവരും മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇതേ മുടിയും മുല്ലപ്പൂവും മാലിയും ഒക്കെ കയ്യിലുണ്ട്. ഒരു അരമണിക്കൂറൊന്ന് പോയി കിടക്കട്ടെ. പായസവും ചോറും സാമ്പാറും സദ്യ എല്ലാം കഴിച്ചിട്ട് നല്ല ചൂടും കുറച്ചു നേരം പുറത്തും കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് നല്ല അവസ്ഥയായിട്ടുണ്ട്. ഞാൻ റൂമിൽ വന്ന് കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉറങ്ങിയതാണോ ബോധം പോയതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എണീറ്റുടനെ നമുക്കൊരു ചെറിയ ഫിക്സിങ് പരിപാടി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കിച്ചണിലോട്ട് ഓർഡർ ചെയ്ത ഒരു ചെറിയ സ്റ്റാൻഡാണ് കേട്ടോ. കിച്ചണിൽ ഇപ്പോൾ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്. മിക്സി ഉണ്ട്, കെറ്റിലുണ്ട്, അവനുണ്ട്, എയർ ഫ്രയർ ഉണ്ട്, പിന്നെ ദേ ചോപ്പ് ചെയ്യുന്ന എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം അമ്മ സ്ലാബിൻ്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുക. അതിനേക്കാൾ കുറച്ചും കൂടെ വൃത്തി നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും എന്നൊരു സജഷൻ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ആ സജഷൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തു. എന്താപ്പത് സുഖല്ലേ? ഇത്ര നേരം അകത്തായിരുന്നു. ഇത്ര നേരം അകത്തായിരുന്നു. പുറത്തിറങ്ങി ചൂട്, പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. ഒരുമാതിരി പുഴുങ്ങുന്ന ചൂടില്ലെന്ന്, ശ്വസിക്കുമ്പോൾ ഓക്സിജൻ മുഴുവൻ കിട്ടാത്ത പോലത്തെ ഒരു ചൂട്. ഇന്ന് പ്രത്യേകിച്ച് വന്നതിന് ശേഷം ഇന്ന് എനിക്ക് ഇത്ര ചൂട് തോന്നണത്. എനിക്ക് ആ സാരിയും കൂടെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും. എനിക്ക് മനസ്സിലായില്ല, എന്താ ഞാൻ ഓടിയത് ഇവിടെ തോന്നുന്നു. സാരലായിട്ടൊന്നുണ്ട്. ഫോട്ടോഷൂട്ടൊന്നും വേണ്ടെന്നേ. ബെയിൽ, ഞാനിവിടെ വന്ന ദിവസം ബെയിലിക്ക് 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിൽ നിന്ന്. ഒന്ന് ഈ കാണുന്നൊരു വെസ്റ്റ് ഹാർനസും പിന്നെ ദേ ഒരു ഡോഗ് ലീഷും. ഇത് രണ്ടും ഉപയോഗിക്കാനും പിന്നെ ബെയിലിക്കും കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു സംഗതിയായിരിക്കും തോന്നിയിട്ട് ഓർഡർ ചെയ്തതാണ്. അത് വെച്ചത് ശരിയായിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് ബെൽറ്റൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാനുണ്ട്. എങ്ങനെയുണ്ട് സംഗതി എന്നുള്ളത് പുള്ളിക്കാരുടെ മുകളിലൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഓ, ബെയിലിക്ക് ഫോട്ടോ വെച്ചിട്ടുണ്ട്, പുതിയ ഫോട്ടോ കാണിച്ചെടുത്തോ. കാണിച്ചു കൊടുത്താ പറഞ്ഞു ഫോട്ടോ ആണ്. ബെയിലി ബെയിലിക്ക് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ദിവസത്തിൽ ഒരു നേരം കുറച്ച് ദൂരം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് പുള്ളിക്കാരിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഇനി നമ്മൾ കൊണ്ടു നടന്ന് കാണിക്കാൻ ഈ ഡോക്ടേഴ്സൊന്നും ബാക്കിയില്ല കേട്ടോ. മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ നമ്മൾ കാണിച്ചു. ഒരു 4-5 ഡോക്ടേഴ്സിന് അച്ഛൻ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഹാർട്ടിൻ്റെയും ലെൻസിൻ്റെയും ഒക്കെ എക്സ്റേ എടുത്തു, പിന്നെ യൂട്രസ് സ്കാൻ ചെയ്തു. അങ്ങനെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് തന്നെ ഏകദേശം കഴിഞ്ഞു. ഈ കാണുന്ന സംഗതിയിൽ ഒന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ
അല്ലെങ്കിലും ബെയിലി ആകെ കുറച്ച് മൂടിയായിരിക്കുക, ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കുക, ഭക്ഷണത്തിനോട് വലിയ താല്പര്യം കാണിക്കാതിരിക്കുക, ഇതൊക്കെയായിരുന്നു മെയിൻ പ്രശ്നം. അങ്ങനെ കുറേ കൊണ്ടുനടന്ന് അവസാനം നമ്മൾ കണ്ടുപിടിച്ചു സ്യൂഡോ പ്രഗ്നൻസി ആണെന്ന്. പ്രഗ്നൻ്റ് അല്ലെങ്കിലും പ്രഗ്നൻ്റ് ആണെന്ന് ഫീൽ ചെയ്യുക. ഒപ്പം ബെയിലിക്ക് പാലും വരുന്നുണ്ട്. എനിക്കിതൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ കേൾക്കുന്നത് കേട്ടോ. എനിക്കധികം ചിലപ്പോൾ അറിയാഞ്ഞിട്ടായിരിക്കാം, പക്ഷെ അതൊരു ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്. നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതന്നെയാണ്. ഇപ്പോൾ കുറച്ച് ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെയാണ് എന്നിട്ട് ഡോക്ടേഴ്സ് തന്നിട്ടുള്ളത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബെയിലിയുടെ നടത്തും ഇരുത്തും കിടത്തും ഒക്കെ ബെയിലി പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പോലെയാണ് ഡോക്ടർ പറഞ്ഞത്. സ്റ്റെപ്പ് ഒന്നും കയറാൻ ബെയിലി ട്രൈ ചെയ്യുന്നില്ല, കാരണം പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു ഫീലാണ്. ഇത് ആഫ്റ്റർ എവറി ഹീറ്റ് അവർക്ക് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ അവർക്കും ഉണ്ട് ഇത്ര ബോഡിയിൽ. അതിൽ വരുന്ന ഒരു ചേഞ്ച് കാരണം ചില ഡോഗ്സിന് ഇതൊരു 2 വീക്സേ നിൽക്കുള്ളൂ, ചില ഡോഗ്സിന് ഇത് ലോങ്ങർ പീരീഡ് നിൽക്കും. അപ്പം നമ്മൾ മെഡിസിൻ എടുത്ത് തന്നെ മാറ്റണം എന്നാണ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ട ഡോക്ടർ നമ്മൾ അഡ്വൈസ് ചെയ്തത്. ഇപ്പം എന്തായാലും കാര്യങ്ങൾ കുറച്ച് ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് ഒരു 3-4 വീക്സ് നമുക്ക് എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു കേട്ടോ ബെയിലി ഇത്ര മൂടിയായിട്ട് കണ്ടിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ബെയിലി. എന്തായാലും എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, ബ്ലഡ് ടെസ്റ്റും, ഇനി എടുക്കാനൊരു ടെസ്റ്റും ബോഡിയിൽ ബാക്കിയില്ല. ബെയിലിയുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ബാക്കി നമുക്ക് ഉറപ്പായി. ഉച്ചയ്ക്ക് നല്ല സദ്യയൊക്കെ കഴിച്ചുകൊണ്ട് രാത്രി നമ്മൾ ഡിന്നർ മിതമായിട്ടാണ് കേട്ടോ. ഇന്ന് ചോറും ഒരു ആവോലി വറുത്തതും പിന്നെ ഒരു മാങ്ങാ ചമ്മന്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനും അമ്മയും കൂടെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കി. ബെയിലിനെ ഞങ്ങൾ ഈ വീട് മുഴുവൻ തപ്പി കാണാണ്ടായിരുന്നില്ല. ഇത്രയും ബഹളത്തിന്റെ ഇടയിൽ കിടക്കായിരുന്നു. എന്താണ് ഞാൻ വന്നിട്ട് എൻ്റെ ഇവിടെ ഒന്നും ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അമ്മമ്മയുടെ അവിടെ പോയി കുറച്ചു നേരം കിടന്നുറങ്ങുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്ക് എടുത്തു വെക്കണം രാത്രി. വാട്ട് ഇസ് ദിസ്? എന്താണ് എന്തതിന്റെ ഇടയില് പെട്ടകത്ത് കയറി കിടക്കായിരുന്നില്ല എന്നാ? അമ്മ പൊതുവെ ഏർലി ഡിന്നറിൻ്റെ ആളാണ് കേട്ടോ. അമ്മ ഒരു 6:30-7 മണിയാകുമ്പോൾ ഡിന്നർ കഴിക്കും. ഇതെനിക്കും അനുവിനുമുള്ള കഞ്ഞിയാണ്. രോഹിത് ഇന്ന് ഫ്രണ്ടിൻ്റെ ഒപ്പം സ്റ്റേ ആണ്, അപ്പോൾ രോഹിത് ഇല്ല ഇവിടെ. അനു ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വിഷു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.